ഗൈസ് വെൽക്കം ബാക്ക്. ലക്ഷങ്ങൾ വിലമതിക്കുന്ന ഒരു ലക്കി ഡ്രോ കൂപ്പൺ അടിച്ചിട്ടാണ് ഞാനിരിക്കുന്നത് നിങ്ങളുടെ മുന്നിൽ. സോ ഹാപ്പി ഗൈസ്. ഇത് എനിക്ക് എങ്ങനെ കിട്ടിയെന്ന് അറിയോ? ഇത് എനിക്ക് പോസ്റ്റൽ വഴിയാണ് വന്നത്. ഞാനിന്നിങ്ങനെ പനിച്ച് വിറച്ചിങ്ങനെ കിടക്കുമ്പോൾ എനിക്കൊരു കോള് വരികയാണ്, നിങ്ങൾക്ക് ഒരു പോസ്റ്റൽ ഉണ്ടെന്ന് പറഞ്ഞിട്ട്. ഞാൻ പറഞ്ഞ ഒരു ഫ്രണ്ടിനെ അയച്ചാൽ മതിയോ എന്ന് വെച്ചപ്പോൾ അവരൊന്നും നോ നെവർ, നിങ്ങൾ വന്ന് സൈൻ ചെയ്ത് വാങ്ങണമെന്ന്. പനിച്ച് വിറച്ചിരിക്കണം കൊടുത്ത് ഈ സ്റ്റെപ്പൊക്കെ ഇറങ്ങുമ്പോൾ എൻ്റെ മനസ്സിൽ എൻ്റെ ഏതെങ്കിലും ഒരു കുരുത്തം കെട്ട ഫ്രണ്ട് എന്തെങ്കിലുമൊക്കെ അയച്ചിട്ടുണ്ടാവുകയോ ഇതിനു വേണ്ടി ഞാൻ ഇറങ്ങണമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അവരെ കുറേ പ്രാഗിട്ടാണ് പോയത് കേട്ടോ. സോറി ഫ്രണ്ട്സ്. താഴെ പോയി ഞാൻ സൈൻ ചെയ്ത് മേടിച്ച് തുറന്നപ്പോൾ എൻ്റെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു കൂപ്പൺ വന്നു, ഇതിൽ എൻ്റെ ഫോൺ നമ്പർ ഉണ്ട്, അത് കാണിക്കാത്ത. ആൻഡ് സ്ക്രാച്ച് ആൻഡ് വിന്നിൻ്റെ ഒരു പേപ്പർ ആൻഡ് കൂപ്പണിൽ ഫസ്റ്റ് പ്രൈസ് 11 lakh, പിന്നെ കാറ് സ്കൂട്ടറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഞാൻ. എനിക്കറിയാം ഞാനിത് സ്ക്രാച്ച് ചെയ്താൽ ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം ആയിരിക്കും കിട്ടാമെന്ന്. സ്ക്രാച്ച് ചെയ്തിട്ട് എനിക്ക് എന്താ കിട്ടിയെന്ന് അറിയോ? നിങ്ങൾ തന്നെ കാണും. 11 lakh rupees ഗൈസ്. ഒബ്വിയസ്ലി ഏതൊരു മനുഷ്യനെ പോലെ ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആയി. എന്നിട്ട് എനിക്കിത് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഒന്നാമത് പനിയാണ്, തലയിൽ ഒരു 100 കൂട്ടം കാര്യങ്ങൾ വരുന്നു. പൈസ വരുമ്പോൾ നമ്മളെ തല എവിടേക്കൊക്കെ സഞ്ചരിക്കും നമുക്കറിയില്ലല്ലോ. എന്നിട്ട് ഞാൻ വേഗം ഈ നമ്പറിലോട്ട് വിളിച്ചു. എന്നിട്ട് പറഞ്ഞു സ്ക്രാച്ച് ആൻഡ് വിന്നിൻ്റെ കൂപ്പൺ കിട്ടി ആൻഡ് ഫസ്റ്റ് പ്രൈസ് എനിക്ക് അടിച്ചു. അവരിങ്ങനെ കൺഗ്രാറ്റുലേഷൻസ് മാം, നിങ്ങൾ ഭയങ്കര ലക്കിയാണ്, നിങ്ങൾ ആ കൂപ്പൺ ഇതിലുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസും പാലിക്കണം, 24 മണിക്കൂറിനുള്ളിൽ അയക്കണം. ഞാൻ ഇപ്പോൾ കിട്ടിയുള്ളൂ എന്ന് പറഞ്ഞു. വാട്സപ്പ് ചെയ്യുന്നു. ഞാൻ വാട്സപ്പ് ചെയ്തോട്ട് പറഞ്ഞു വിളിച്ചിട്ട് പറയാം, ഇത് ക്ലെയിം ചെയ്യണമെങ്കിൽ അവർക്ക് ഞാൻ 5000 rupees അയച്ചു കൊടുക്കണം. ഞാൻ അതെന്താ പരിപാടി? 11 ലക്ഷം എനിക്ക് കിട്ടണമെങ്കിൽ ഞാൻ 5000 രൂപ അവർക്ക് അയച്ചു കൊടുക്കണം. ഞാൻ പറഞ്ഞു ഒന്നൊരു കാര്യം ചെയ്യും, എന്തായാലും 11 ലക്ഷം രൂപ എനിക്ക് കിട്ടിയല്ലോ, നിങ്ങൾ ആ 11 ലക്ഷം രൂപയിൽ നിന്ന് 5000 രൂപ എടുക്ക്. അതാണല്ലോ ന്യായം അതിൻ്റെ. എന്നിട്ട് ബാക്കി പൈസ എനിക്ക് അയച്ചതാ. ഇതെനിക്ക് കിട്ടിയേ, എനിക്ക് നിങ്ങൾ കഷ്ടപ്പെട്ട് അയച്ചത്. ഞാൻ സ്റ്റെപ്പ് ഇറങ്ങിപ്പോയി മേടിച്ചിട്ട് അവർ പറയാണ് ഞാൻ അയച്ചു കൊടുക്കണം. ഫൈൻ, ഞാൻ അയച്ചു കൊടുക്കാൻ തയ്യാറാണ്. എൻ്റെ പ്രൈസിൽ നിന്ന് നിങ്ങൾ എടുത്തോ 5000 രൂപ, പക്ഷെ ബാക്കി പൈസ എനിക്ക് കിട്ടണം. അപ്പോൾ അവർ പറയാണ് അങ്ങനത്തെ റൂൾ ഇവിടെ ഇല്ല മാം, ഇത് ആക്ച്വലി ഇതാണ് ഇതിൻ്റെ റൂളെന്ന്. പനിച്ചിരിക്കുക എനിക്ക് അറിയില്ല, വേറെ വല്ല സമയത്താണ് ഇതെനിക്ക് വരുന്നതെങ്കിൽ എനിക്ക് ഇത്രക്ക് വിഷമം വരില്ല. ഞാൻ പനിച്ച് വിറച്ച് കിടക്കണ കൊടുത്തുനിന്ന് ഞാൻ ഇറങ്ങിപ്പോയി മേടിച്ചപ്പോൾ അവർ പറയണ കാര്യമാണിത്. എൻ്റെ അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ആ ഒരു 10 minutes ഞാൻ ഈ ലോകത്ത് എന്തൊക്കെ എനിക്ക് നേടാനുണ്ട്, ഞാൻ അതൊക്കെ പൈസ കൊണ്ട് നേടുന്ന കാര്യങ്ങളൊക്കെ ഞാൻ നേടിക്കഴിഞ്ഞു. എന്തായാലും വേണ്ടില്ല, ഒരു 10 നിമിഷത്തേക്കെങ്കിലും ഞാനൊരു ലക്ഷപ്രഭു ആയല്ലോ. ആൻഡ് ഐ എം സോ ഹാപ്പി. അതുകൊണ്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം ആ പൈസ കിട്ടുമ്പോഴുള്ള ഫീല് ഞാൻ അറിഞ്ഞു. പക്ഷേ ഇങ്ങനത്തെ ഫ്രോഡ് പരിപാടിയിലൊന്നും നിങ്ങൾ പോയി വീട്, ഞാനിതിൻ്റെ പേപ്പർ കട്ടിങ്സും കാര്യങ്ങളൊക്കെ വെക്കാം. ഇതുപോലെ പ്രൈസ് അടിച്ച് നമ്മൾ സത്യം പറഞ്ഞാൽ ഏതൊരു മനുഷ്യനായാലും എക്സൈറ്റഡ് ആവും. പക്ഷെ ചാടി കയറി അവർക്ക് പൈസ അയച്ചു കൊടുത്ത് ഇങ്ങനത്തെ സ്കാമിലൊന്നും പെട്ടുപോകരുത്. ആൻഡ് ഇതിൻ്റെ കൂപ്പണും ഇതിൻ്റെ ഈ പേപ്പർ കട്ടിങ്സും ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നതാണ്. സോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് തന്നെ ബൈ ബൈ.